ജനുവരി 3-ന് എൻ്റെ റിനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വർഷത്തിൽ ഒരു കേക്ക് പോലും ബേക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കേക്ക് ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ കളറിലുള്ള കേക്ക് വേണം. പിന്നെന്താ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒലിപ്പിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. സത്യത്തിൽ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഓരോ കേക്കും റീല് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഓരോ കേക്കും ഇതൊക്കെയാണ് എൻ്റെ കേക്ക് ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസിൻ്റെ ഒരു പ്രധാന കാരണം കേട്ടോ. പണ്ട് കൊറോണ വരുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴൊക്കെയോ ആ പരിപാടിയൊക്കെ നിർത്തിവെച്ചു. പിന്നെ ഈ ഇടക്കാണ് ഇതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, ഐസൂന് കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇത് വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കൽ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന സ്പഞ്ചിനൊന്നും പണ്ടത്തെ പോലെ ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ റെനൂനിന്റെ കേക്കിൽ വലിയൊരു വിശ്വാസമൊന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ സ്പഞ്ച് റെഡി ആയില്ലെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ബ്രൗൺ കേക്ക് ഞാൻ സെറ്റാക്കി തരാമെന്ന് ഞാനൊക്കെ വാക്ക് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ കേക്കിന്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. ഇനി ബേക്ക് ചെയ്ത് വരും വരെ കേക്കിൻ്റെ അവസ്ഥ എന്താണ്. ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും കൊള്ളായില്ല. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്ന കേക്കിനെക്കാളിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കുള്ള വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ ഒരാളും കൂടി. എനിക്ക് കേക്കിൽ ക്രീം തേക്കണം, കേക്ക് ഇങ്ങനെ ബോർഡിൽ എടുത്തു വെക്കണം, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങൾ. അല്ലാതെ ശല്യമാണതിന് മുമ്പ് ഈ ആഗ്രഹങ്ങളൊക്കെയാണ് തീർത്തിട്ട് പറഞ്ഞു വിടും. നമ്മൾ വലിയ ബേക്കറൊന്നും അല്ലാത്തതുകൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ബ്രൗൺ കേക്ക് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് മാത്രമല്ല എന്ന് ഏറ്റെടുത്തിട്ടുള്ളത്, മന്തിയും കൂടി ഉണ്ട്. ഇതും കൂടിയും കൂട്ടി എൻ്റെ ആദ്യത്തെ മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 4 യൂട്യൂബ് വീഡിയോസൊക്കെ തിരിച്ചും മറിച്ചും കണ്ട് അതിൽ എനിക്ക് സിമ്പിളാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ചെയ്തൊരു മന്തിയാണ് കേട്ടോ. അങ്ങനെ മന്തിൻ്റെയും കേക്കിൻ്റെയും ഒക്കെ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് ഇഷ്ടം പോലെ പാത്രങ്ങൾ ഞാൻ കഴുകാനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി വേറെ ആർക്കുമല്ല, ജെബിക്ക് തന്നെയാണ് കേട്ടോ. പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടുകാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ 3 പേരുണ്ട്. 3 പേരും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് പണിയും ചെയ്യും. കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന വേറൊരാള്, മുറ്റടിക്കുന്ന വേറൊരാൾ. ചോറ് തമ്മിലിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കേക്ക് മുറിക്കാനുള്ള ടൈമായി. എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻ വേണമല്ലോ. അപ്പോൾ ഓൾ തന്നെ സ്വന്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടുക്കുള്ള വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് വീട്ടിലൊരാൾക്കും കേക്ക് മുറിക്കാൻ ഐസുന്റെ ഇടയിൽ പറ്റും. എന്നും ഓന്റെ ബർത്ത്ഡേ ആണെന്നാണ് ഓന്റെ ഒരു വെപ്പ്. അവസാനം തൊട്ടപ്പുറത്ത് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി അതിന്റെ തൊട്ടതായ ഒരു ചെയറൂട്ട് കണ്ണാടിയും വെച്ചിരുത്തി. പിന്നെ സമാധാനപരമായിട്ട് കേക്കും കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മന്തിന്റെ അവസ്ഥ എന്താന്ന് കൂടി ഒന്ന് പോയി നോക്കട്ടെ. സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച മന്തിയാണെങ്കിലും അതായി വന്നപ്പം വേറൊരു ചോറായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ മന്തിയല്ല. അതാണ് ആ ചോറിന്റെ അവസ്ഥ. പക്ഷെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മയോണൈസും ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ മന്തി തന്നെ ആയില്ലെങ്കിലും വലിയൊരു പ്രശ്നമൊന്നും ഇല്ല. എന്തായാലും മന്തി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഒന്നുകൂടി സെറ്റാക്കി വെക്കാം.